But I'm going to start on the word asking some questions. ദൈവവചനത്തിൽ നിന്ന് ആരംഭിക്കുന്നത് ചില ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ആരംഭിക്കുവാൻ ആഗ്രഹിക്കുന്നു. I want you to think very seriously these questions. ഈ ചോദ്യങ്ങൾ വളരെ ഗൗരവമായിട്ട് നിങ്ങൾ ചിന്തിക്കണം എന്ന് ആഗ്രഹിക്കുന്നു. And that will make our life easier. അങ്ങനെ നമ്മുടെ ജീവിതം കുറച്ചുകൂടെ ലഘുവാക്കാൻ കഴിയും. Question number 1. ഒന്നാമത്തെ ചോദ്യം, how satisfied a person are you? നിങ്ങൾ എത്രത്തോളം സംതൃപ്തിയുള്ളവർ ആണ്? My third question is based on the answers of the first 2 questions. ഈ ആദ്യത്തെ 2 ചോദ്യങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും എൻ്റെ മൂന്നാമത്തെ ചോദ്യം. First one is, how much are you satisfied in your life? ഒന്നാമത്തെ ചോദ്യം, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എത്രമാത്രം സംതൃപ്തിയുള്ളവരാണ്? Question number 2 is, what is the depth of your knowledge about your Savior, the Lord Jesus Christ? രണ്ടാമത്തെ ചോദ്യം, നിങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള നിങ്ങളുടെ അറിവ് എത്രമാത്രമാണ്? Based on those 2 answers that you can answer in your own heart, ഈ 2 കുത്തുകളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് തന്നെ അത് നിങ്ങളുടെ ഉള്ളിൽ ചോദിക്കാവുന്നതാണ്. Based on that, how much of a godly person are you? ആ ചോദ്യങ്ങളുടെ മറുപടിയുടെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ എത്രത്തോളം ഭക്തിയുള്ള ഒരു ആളാണ് എന്നുള്ളത് മനസ്സിലാക്കുന്നത്. I travel around many parts of the world for missions. സുവിശേഷ പ്രവർത്തനവുമായി ലോകത്തിന്റെ അനേക ഭാഗങ്ങളിൽ ഞാൻ യാത്ര ചെയ്യുന്നുണ്ട്. Wherever I go, I find that there are godly men and women are very few these days. എവിടെ ചെന്നാലും ഭക്തരായ ഈ ആളുകളെ വളരെ ചുരുക്കമായിട്ട് മാത്രമേ കാണുവാൻ കഴിയുകയുള്ളൂ. I'm not saying there is nobody. ആരുമില്ല എന്നല്ല പറയുന്നത്. Even compared to my previous generation, I can definitely say that number has gone down drastically in our midst. പഴയ കാലങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇന്നത്തെ കാലത്തെ ആ ഭക്തന്മാർ കുറഞ്ഞു പോവുകയാണ്. We can talk about the past, we can think about the future, but my question is, how godly person are you? നിങ്ങൾക്ക് കഴിഞ്ഞ കാലങ്ങളെക്കുറിച്ച് ചിന്തിക്കാം, അതുപോലെ ഭാവി കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാം. എന്നാൽ അതല്ല, നിങ്ങൾ എത്രമാത്രം ആത്മീയരായിരിക്കുന്നു എന്നുള്ളതാണ്. If you are open to your mind and look around, that this generation today is mostly unsatisfied and unthankful people. ഇന്ന് നാം നമ്മുടെ ചുറ്റുപാടും ജനങ്ങളുടെ ഉടവാളുള്ള ജനങ്ങളെ നോക്കിയാൽ അവരുടെ ഒക്കെയും ജീവിതത്തിൽ അവർക്ക് സംതൃപ്തിയില്ലാത്ത ഒരു അവസ്ഥയാണ്. That leads them to ungodly character. അതെ, ദൈവമില്ലാത്ത അവസ്ഥയിലേക്ക് അവരെ മാറ്റുന്നു. This leads many believers included and unbelievers in general will find ourselves in some extent of having the same mindset of not being thankful and not satisfied. ഇന്ന് വിശ്വാസികളും അതുപോലെ അവിശ്വാസികളും മൊത്തത്തിലും ഒരു തൃപ്തിയില്ലാത്തതായ ഒരു മനോഭാവത്തിലേക്ക് കടന്നു വന്നിരിക്കുകയും ദൈവത്തിന് നന്ദി പറയാതിരിക്കുകയും ചെയ്യുന്നവരായി തീരുന്നുണ്ട്. The Lord willing, next few minutes before me, I want to take your attention to one particular individual. ദൈവകൃപയിൽ ആശ്രയിച്ച് ഒരു വ്യക്തിയുടെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ ചില വിഷയങ്ങൾ ചിന്തിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. Very well known person to many of you, almost all of you. നമുക്ക് എല്ലാവർക്കും വളരെ നല്ലവണ്ണം അറിയാവുന്ന ആളാണ്. If I say the name, don't tune me off. I'm not going to tell the life story of that person. നിങ്ങളോട് അവരുടെ പേര് പറയുകയാണെങ്കിൽ ആ വ്യക്തിയുടെ ചരിത്രം ഞാൻ പറയുകയല്ല. But if you notice that this person has gone through life experiences that nobody in this room has gone through, none of us ever want to go through. ആ വ്യക്തി കടന്നുപോയ ജീവിത കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന ആരും കടന്നു പോയിട്ടില്ലാത്തതും കടന്നു പോകുവാൻ ആഗ്രഹിക്കാത്തതുമായ സാഹചര്യമാണ്. That person is none other than our patriarch Joseph. മറ്റേ ആരുമല്ല, നമ്മുടെ പൂർവ്വപിതാവായ അബ്രഹാം തന്നെയാണ്. I'm not going to go. യാക്കോബാണ്. Joseph. I'm not going to go through the life story of Joseph. യോസേഫിന്റെ ജീവ ചരിത്രത്തിലേക്ക് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. I want to take a very deep look at the very nature of this person.
ജോസഫിന്റെ വ്യക്തിത്വത്തിലേക്ക് ഒന്ന് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുക. and the character that was built in his heart. തന്റെ ഹൃദയത്തിൽ താൻ തീരുമാനിച്ചിരുന്ന തന്റെ ആ സ്വഭാവം എങ്ങനെ വ്യക്തമാക്കുന്നു. And he went through various struggles of life. തന്റെ ജീവിതത്തിൽ അനേക പ്രശ്നങ്ങളിലൂടെ താൻ കടന്നുപോയി. Most of them he doesn't deserve at all. താൻ ഒരിക്കലും ആഗ്രഹിക്കാത്ത കാര്യങ്ങളായിരുന്നു അവയിൽ എല്ലാം തന്നെ. He went through so much sometimes and sit back and wonder, why did God allow this in this man? ചിലപ്പോൾ താനിക്ക് ഇരുന്ന് ചിന്തിച്ചേക്കാം, ഇത് ദൈവം എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇതൊക്കെയും അനുവദിക്കുന്നതെന്ന്. Right from his home where he lived, താൻ ആയിരുന്ന തൻ്റെ ഭവനത്തിൽ തന്നെയും we read in if you want to read it in chapter 37 of Genesis, ഉൽപ്പത്തി പുസ്തകം 37 അധ്യായത്തിൽ നാം ഇത് വായിക്കുന്നു. verse 3 says, now Israel or Jacob loved Joseph more than all his children. 37 അധ്യായം അതിന്റെ 3-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, യാക്കോബ് യോസഫിനെ മറ്റെല്ലാ പുത്രന്മാരിലും അധികം സ്നേഹിച്ചു, because he was the son of his old age. കാരണം യോസഫ് യാക്കോബിന്റെ വാർദ്ധക്യത്തിലുള്ള മകനായിരുന്നു. Therefore the father made him a tunic with many colors. അതുകൊണ്ട് യാക്കോബ് തന്റെ യോസഫിനെ വിവിധ നിറമുള്ള ഒരു കോട്ട് അല്ലെങ്കിൽ ഒരു അങ്കിയെ തയ്പ്പിച്ചു കൊടുത്തു. In the following, I want to, you know the stories. I am reading, not reading a lot of verses here. ഞാൻ അധികം വാക്യങ്ങൾ ഇവിടെ വായിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം നിങ്ങൾക്ക് ഈ വിഷയങ്ങളൊക്കെ അറിയാവുന്നതാണ്. I want to make some observations about this young man. ഈ വ്യക്തിയെക്കുറിച്ച് ചില കാര്യങ്ങൾ നോക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. At that time he was about 17 years old. ആ സമയത്ത് തനിക്ക് 17 വയസ്സ് മാത്രമായിരുന്നു പ്രായം. Chapter 39 verse 6 we read like this. 37 അധ്യായം 6-ാം വാക്യത്തിൽ നാം ഇത് വായിക്കുന്നു. 39 verse 6, now Joseph was handsome in form and appearance. യോസഫ് കോമള രൂപനും സുനേത്രനും ആയിരുന്നു. An young man who is loved by his father with a special love for him. അവർ തന്റെ പിതാവിന് തന്നോട് പ്രത്യേകമായ ഒരു സ്നേഹം ഉണ്ടായിരുന്നു. He was a loving brother seeking after his brothers. താൻ തന്റെ സഹോദരന്മാരെ അന്വേഷിക്കുന്ന ഒരു സ്നേഹമുള്ള സഹോദരനായിരുന്നു. Yet his own brothers hated him. എന്നാൽ തന്റെ സഹോദരന്മാർ തന്നെ വെറുത്തു. If chapter 37, if you continue to read, there it says multiple times that his brothers hated him even more. 37-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത് അവന്റെ സഹോദരന്മാർ അവനെ അധികം വെറുത്തു എന്നാണ്. This young man had 2 dreams, we know it. ആ യോസഫിന് 2 സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു. When he explained the second dream, രണ്ടാമത്തെ സ്വപ്നം താൻ വിവരിച്ചപ്പോൾ it was about the sun, the moon and 11 stars bowing down before him. സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും തന്റെ മുമ്പിൽ വീണ് തന്നെ വണങ്ങുന്നു എന്ന് താൻ പറഞ്ഞു. At that point even his father did not like what he said. ആ സമയത്ത് തന്റെ പിതാവ് പോലും താൻ പറഞ്ഞതിനെ ഇഷ്ടപ്പെട്ടില്ല. When this dream was revealed, എന്നാൽ തന്റെ സ്വപ്നം വ്യക്തമാക്കിയപ്പോൾ I can almost see the faces of his brothers standing around. ആ സഹോദരന്മാരുടെ മുഖം നമുക്ക് ചിന്തിക്കുവാൻ കഴിയും. He was dropped in a well by his own brothers. തന്റെ സഹോദരന്മാർ തന്നെ ഒരു പൊട്ടക്കിണറ്റിലിട്ടു. And later on he became a slave. അതിനുശേഷം താൻ ഒരു അടിമയായി തീർന്നു. After that he became a prisoner. അതിനുശേഷം താൻ തടവുകാരനായി തീർന്നു. These are some highlights of the experiences of Joseph. യോസഫിന്റെ ചില ജീവിതത്തിന്റെ അനുഭവങ്ങളാണിത്. Beginning at the age of 17, 17-ാമത്തെ വയസ്സിൽ until the age of 30 approximately, ഏതാണ്ട് 30 വയസ്സ് വരെയും, in all these years, ഈ വർഷങ്ങൾ എല്ലാം we see Joseph was faithful to his God. എന്നാൽ യോസഫ് തന്റെ ദൈവത്തോടെ വിശ്വസ്തനായിരുന്നു. He always did the right thing. താൻ സത്യമായത് അല്ലെങ്കിൽ നേരായുള്ളത് മാത്രമേ താൻ ചെയ്തുള്ളൂ. Each time he did something right, താൻ ഓരോ പ്രാവശ്യവും നേരായ കാര്യം ചെയ്യുമ്പോൾ it was almost a slap on his back. അത് തനിക്ക് പുറകിൽ നിന്ന് തനിക്കത് തിരിച്ച് ദുരനുഭവമായിരുന്നു ഉണ്ടായത്. Some of you can probably relate that in your own life. ഇതൊക്കെ ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ. Maybe you told the truth. നിങ്ങളൊരു
ചിലപ്പോൾ നിങ്ങളൊരു സത്യം പറഞ്ഞപ്പോൾ, or maybe you are teaching the truth of God's word. അല്ലെങ്കിൽ ആരെങ്കിലും തെറ്റായ കാര്യങ്ങൾ പറഞ്ഞതിനെ നിങ്ങൾ പ്രതികരിക്കുമ്പോൾ, People may not have liked what you said. നിങ്ങൾ പറഞ്ഞത് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുകയില്ല. Another thing I noticed in this man's life is വേറൊരു കാര്യം ഈ വ്യക്തിയോടുള്ള കാര്യത്തിൽ ഞാൻ ചിന്തിച്ചപ്പോൾ, his faithfulness to God was always, now and today. തന്റെ ദൈവത്തോടുള്ള തന്റെ വിശ്വസ്തത അന്നും ഇന്നും ഒരുപോലെയാണ്. Not in the past history. അത് തന്റെ കഴിഞ്ഞകാല ചരിത്രത്തെ പോലെയല്ല. Not that he will be faithful to God in the future. താൻ ഭാവിയിൽ കർത്താവിനോട് ഉള്ള വിശ്വസ്തത കാണിച്ചതുപോലെ, his knowledge and his faithfulness to God was now and today. തന്റെ വിശ്വസ്തത ദൈവത്തോടെ തന്നെ മുമ്പും പിമ്പും ഒരുപോലെയായിരുന്നു. In chapter 39 verse 2 and 3 we read like this. 39 അധ്യായം അതിന്റെ 2-3 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു. The Lord was with Joseph. യഹോവ യോസേഫിനോട് കൂടെ ഇരുന്നു. And he was successful man. അവൻ കൃതാർത്ഥനായി. Wait a minute. ഒരു നിമിഷം നിൽക്കുക. Was he successful so far? ഇതുവരെ യോസഫ് വിജയം ധരിച്ചുവോ? കൃതാർത്ഥനായോ? Scripture says the Lord was with him. He was a successful man. ഇവിടെ നാം വായിക്കുന്നത് യഹോവ യോസഫിനോട് കൂടെ ഇരുന്നു, അവൻ കൃതാർത്ഥനായ എന്നാണ്. He was in the house of his master the Egyptian. ഇവിടെ ഇപ്പോൾ താൻ ഈജിപ്ഷ്യനായ പോത്തിഫറിന്റെ ഭവനത്തിൽ ആയിരിക്കുകയാണ്. The master saw. യജമാനൻ Master didn't hear, but he saw. യജമാനൻ തന്നെ കുറിച്ച് കേട്ടില്ല, കണ്ടു. That the Lord was with him. ദൈവം യോസേഫിനോട് കൂടെ ഉണ്ടായെന്ന്. And the Lord made all he did to prosper in his hand. തന്റെ കയ്യാൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ദൈവം അനുഗ്രഹവല്യ അഭിവൃദ്ധി കൊടുത്തു. What a testimony it is. എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യമാണ്. I want to pause and ask this question. ഈ ചോദ്യം നിങ്ങളോട് ചോദിക്കുവാൻ, God has placed each one of you in certain places and for a specific reason. നിങ്ങളെ ഓരോരുത്തരെയും അല്ലെങ്കിൽ പല വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ ഒരു പ്രത്യേക ഉദ്ദേശത്തോടുകൂടെ ആക്കിയിരിക്കുകയാണ്. Whether it be at home or work or church, wherever God has placed you. അതെ, ഭവനത്തിലായാലും ജോലി സ്ഥലത്തായാലും സഭയിലായാലും. How is your testimony? നിങ്ങളുടെ സാക്ഷ്യം എങ്ങനെയിരിക്കുന്നു? Are the people looking at from outside in and say this man is a prosperous and God loving person? ഈ മറ്റുള്ളവർ ചുറ്റുപാടുമുള്ളവർ നമ്മെ നോക്കിയിട്ട് പറയുമോ ഈ വ്യക്തി വിജയിക്കുന്നവനും അതുപോലെ ദൈവം അവനോട് കൂടെ ഉണ്ട് എന്ന് പറയുമോ? Prosperous number 1. ഒന്നാമത്തെ വിജയം. From slavery he was promoted to be the supervisor in that household. തന്നെ അടിമത്തത്തിൽ നിന്ന് ആ ഭവനത്തിന്റെ ഒരു മേലധികാരിയാക്കി തന്നെ തീർത്തു. The Lord blessed the house of Egyptian because of the presence of Joseph. യോസേഫ് അവിടെ വന്നതുകൊണ്ട് അല്ലേ, യോസഫിന്റെ സാന്നിധ്യത്തിൽ യഹോവ ഈ മിസ്രയീമിന്റെ ഭവനത്തെ അനുഗ്രഹിച്ചു. Is your presence being blessed on others? നിങ്ങളുടെ സാന്നിധ്യം മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായിരിക്കുന്നുവോ? Is your presence in the assembly a blessing to the God's people? നിങ്ങളുടെ ഈ സഭയിലുള്ള നിങ്ങളുടെ സാന്നിധ്യം ഈ സഭയിലുള്ള ദൈവമക്കൾക്ക് അനുഗ്രഹമാവുന്നു. In your home, in your workplaces, wherever God has placed you. നിങ്ങളുടെ ഭവനത്തിലായാലും ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലായാലും എവിടെ ആയിരുന്നാലും. But the Egyptian's house was blessed because of the very presence of this godly man. ഈ മിസ്രയീമിന്റെ ഭവനം ഈ യോസഫിനാൽ അനുഗ്രഹിക്കപ്പെട്ടു. I want you to pause for a second and think about this. ഒരു മിനിറ്റ് നിന്നിട്ട് അത് നിങ്ങൾ ചിന്തിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. If I can stretch that truth further. ഇതേക്കുറിച്ച് പിന്നെയും ഞാൻ പറഞ്ഞാൽ, is your presence in anywhere you go, are the people blessed because of your presence? നിങ്ങൾ എവിടെ പോയാലും നിങ്ങളുടെ സാന്നിധ്യം അവിടെ അനുഗ്രഹത്തിന് കാരണമാക്കണം. He was such a godly man. അവൻ അങ്ങനെയുള്ള ഒരു ഭക്തനായ മനുഷ്യനായിരുന്നു. Faithful to God all the time. ദൈവത്തോട് എപ്പോഴും വിശ്വസ്തത പുലർത്തി. Here comes the devil. എന്നാൽ ഇവിടെ ഒരു സാത്താൻ വരുന്നു. The greatest test in his life came. തന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു പരീക്ഷ കടന്നു വരികയാണ്. But one thing that the devil didn't know about Joseph was this. എന്നാൽ ഈ സാത്താനെ യോസേഫിനെ കുറിച്ച് അറിയാൻ വയ്യായിരുന്ന ഒരു കാര്യമുണ്ട്. He brought the test to him in the Potiphar's house. പോത്തിഫറിന്റെ ഭവനത്തിൽ തന്നെ പരീക്ഷിച്ചു. But the devil didn't know the godly character of Joseph.
യോസഫിന്റെ ആ ദൈവിക സ്വഭാവം സാത്താനെ മനസ്സിലായില്ല. When the devil brought the test, സാത്താൻ പരീക്ഷ കൊണ്ടുവന്നപ്പോൾ this is what Joseph said. ഇതാണ് യോസഫ് പറഞ്ഞത്. He didn't say, how can I do this evil to my master? ഞാൻ എന്റെ യജമാനനോട് ഈ ദുഷ്ടത എങ്ങനെ പ്രവർത്തിക്കും എന്നതാണ്. Or he didn't say, how can I do this evil to somebody else? അല്ലെങ്കിൽ വേറെ ആരോടെങ്കിലും ഞാൻ എങ്ങനെ പ്രവർത്തിക്കുവാൻ കഴിയുമെന്ന്. Chapter 39 verse 9 we read like this. 39 അധ്യായം 9 വാക്യത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്. Listen carefully, how can I do this great wickedness and sin against my God, he said. അതുകൊണ്ട് ഞാൻ ഈ മഹാദോഷം പ്രവർത്തിച്ച് ദൈവത്തോടെ പാപം ചെയ്യുന്നത് എങ്ങനെ എന്ന് പറഞ്ഞു. He took it so seriously, therefore he had the victory over that sin. താൻ ഈ വിഷയം താൻ വളരെ ഗൗരവമായിട്ട് കണ്ടതുകൊണ്ടാണ് തനിക്കതിൽ വിജയം വരിക്കുവാൻ കഴിഞ്ഞത്. Another thing we see about this man, ഈ വ്യക്തിയെക്കുറിച്ച് മറ്റൊരു കാര്യം നാം കാണുന്നത്, whatever work or places he was placed, he was doing the very best he can. താൻ എവിടെ ആക്കിയിരുന്നാലും ആ സ്ഥലത്തെ തന്നാൽ ആവത് അല്ലെങ്കിൽ ഏറ്റവും നല്ലത് താൻ പ്രവർത്തിച്ചു. Christians, you and I should be the very best where God has placed you to work. നിങ്ങൾ ദൈവ മക്കളെ ദൈവം ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ ഏറ്റവും നല്ലവരാക്കി അല്ലെങ്കിൽ നന്നാക്കിയിരിക്കുക. Let there be a testimony that you are a really God-fearing person. നിങ്ങൾ ആയിരിക്കുന്ന ഇടത്ത് നിങ്ങൾ ദൈവത്തെ ഭയപ്പെടുന്നവർ ആണ് എന്ന് ഒരു സാക്ഷ്യം ഉണ്ടായിരിക്കും. I sometimes come across lazy people who don't want to work. ചിലപ്പോൾ ജോലി ചെയ്യുവാൻ ആഗ്രഹിക്കാത്ത ചിലരെ കുറിച്ച് കാണുവാൻ I have a word for them. I don't know anybody here, but I have a word for them from Apostle Paul. അപ്പോസ്തലനായ പൗലോസിന്റെ വാക്കുകളിൽ ഒരു വാക്ക് അവരോട് പറയുവാൻ ആഗ്രഹിക്കുന്നു. If anyone doesn't want to work, ജോലി ചെയ്യുവാൻ ആഗ്രഹിക്കാത്തവൻ, he should not eat. അവൻ തിന്നുകയും അരുത്. It's a serious business, brothers. അതെ, ഇതൊരു വളരെ ഗൗരവമായ കാര്യമാണ്. Work hard. വളരെ അധ്വാനിക്കുക. Be responsible. നിങ്ങൾ ഉത്തരവാദിത്തമുള്ളവരായിരിക്കുക. Keep a godly testimony before others. മറ്റുള്ളവരുടെ മുമ്പാകെ ഒരു ദൈവികമായ സാക്ഷ്യം പുലർത്തുക. Lo and behold, Joseph is now thrown into the prison. ഇവിടെ ഇപ്പോൾ നോക്കുക, യോസേഫിനെ കാരാഗൃഹത്തിൽ ആക്കിയിരിക്കുകയാണ്. Not his fault. അവന്റെ കുറ്റം കൊണ്ടല്ല. Just for doing the right thing. അവൻ നേരായ കാര്യം ചെയ്തതുകൊണ്ടാണ്. He was thrown into the prison. അവൻ കാരാഗൃഹത്തിൽ അവനെ ഇട്ടു. Verse 21 make me cry when I read it. 21 വായിക്കുമ്പോൾ കരയാൻ തോന്നും. But the Lord was with Joseph. എന്നാൽ യഹോവ യോസേഫിനോട് കൂടെ ഇരുന്നു. And showed him mercy. കാരാഗൃഹ പ്രമാണിക്ക് അവനോട് ദയ തോന്നുവാൻ അവന് കൃപ നൽകി. And gave him favor in the sight of the keeper of the prison. അതെ, കാരാഗൃഹ പ്രമാണിക്ക് തന്നോട് ദയ തോന്നുവാൻ ദൈവം ഇടവരുത്തി. Lo and behold, he gets another promotion. പിന്നെയും അവന് അടുത്ത പ്രൊമോഷൻ ലഭിക്കുകയാണ്. Now he is the leader in the prison. ഇപ്പോൾ അവൻ ആ കാരാഗൃഹത്തിന്റെ ലീഡർ ആയിരിക്കുകയാണ്. The Lord was with him. ദൈവം അവനോട് കൂടെ ഉണ്ടായിരുന്നു. And that which he did, അതുകൊണ്ട് താൻ ചെയ്തതൊക്കെയും the Lord made him prosper. അതൊക്കെയും അഭിവൃദ്ധി അല്ലെങ്കിൽ അനുഗ്രഹം ഉണ്ടാകുവാൻ കാരണം. From age 17 to 30, 17 വയസ്സ് മുതൽ 30 വയസ്സ് വരെ 13 years he knew God put him in that prison. ദൈവം തന്നെ ആ കാരാഗൃഹത്തിലാക്കി എന്ന് താൻ മനസ്സിലാക്കി. We all know the rest of the story. അതിന് ശേഷമുള്ള ചരിത്രമൊക്കെ നമുക്കറിയാം. I'm going to go fast a little bit and because I need to stop on time. വളരെ സമയത്ത് നിർത്തേണ്ടതുകൊണ്ട് കുറച്ചുകൂടെ വേഗത്തിൽ പോകുവാൻ ആഗ്രഹിക്കുന്നു. I'm going to move forward to chapter 45 for a moment. 45 അധ്യായത്തിലേക്ക് തിരിയുവാൻ ആഗ്രഹിക്കുന്നു. Now he is talking to his brothers. ഇപ്പോൾ അവൻ തന്റെ സഹോദരന്മാരോട് സംസാരിക്കുകയാണ്. I want to ask you a question. ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നു. Don't answer me. നിങ്ങൾ എന്നോട് ഉത്തരം പറയണ്ട. Any of you in this room had no problem with siblings? ഈ മുറിയിലിരിക്കുന്ന ആർക്കെങ്കിലും അവരുടെ സഹോദരങ്ങളോട് ഒരു പ്രശ്നമില്ലാത്തവരുണ്ടോ? Joseph had from the very beginning when he was growing up. ജോസഫ് താൻ ആയിരുന്ന തന്റെ ഭവനത്തിൽ തന്നെ തനിക്ക് ഉണ്ടായിരുന്നു. They almost killed him by throwing in the dry well. തന്റെ പൊട്ടക്കിണറ്റിലിട്ട് ഏകദേശം അവനെ കൊല്ലുവാൻ ആഗ്രഹിച്ചു. Here comes his brothers after many years. ഇവിടെ ആ സഹോദരന്മാർ തന്റെ അടുത്തേക്ക് കടന്നു വരികയാണ്. When he saw them, അവരെ കണ്ടപ്പോൾ we read that Joseph went into his room. ജോസഫ് തന്റെ മുറിയിൽ പോയി shut the door.
വാതിലടച്ച് and he cried. അവിടെ താൻ കരഞ്ഞു. His love towards his brothers. തൻ്റെ ആ സഹോദരന്മാരോടുള്ള തൻ്റെ ആ സ്നേഹം. Who are these brothers? ഇതാരാണ് ഈ സഹോദരന്മാർ? Almost murderers. ഏകദേശം കൊലപാതകന്മാരാണ്. Hated him all his life. തൻ്റെ ജീവിതം മുഴുവൻ തന്നെ വെറുത്തവരാണ്. If I was in his shoes, അവന്റെ സ്ഥാനത്ത് ഞാനായിരുന്നുവെങ്കിൽ I will say, this is my time to take revenge. ഇതെനിക്ക് പ്രതികാരം ചെയ്യുവാനുള്ള നല്ല സമയമാണ് എന്ന് ചിന്തിക്കും. Joseph went into his chamber and cried aloud. We read. ഇവിടെ നാം വായിക്കുന്നത് യോസേഫ് തന്റെ മുറിയിൽ പോയി അവൻ ഉറച്ചത്തിൽ കരഞ്ഞു എന്ന്. Can you see the heart of this man? ഈ വ്യക്തിയുടെ ഹൃദയം നിങ്ങൾക്ക് കാണാൻ കഴിയുമോ? Can you see the character, godly character of this man? ഈ വ്യക്തിയുടെ ദൈവിക സ്വഭാവം മനസ്സിലാക്കുവാൻ കഴിയുമോ? Everything that happened in the past few years. ഈ കഴിഞ്ഞ ചില വർഷങ്ങളായി തനിക്ക് സംഭവിച്ചുകൊണ്ടിരുന്നതൊക്കെ. And here is an opportunity for him to take revenge. ഈ അതിനൊക്കെയും പ്രതികാരം ചെയ്യുവാൻ ഇതാ ഒരു നല്ല സമയം വന്നിരിക്കുന്നു. Joseph did not take revenge on his brothers. എന്നാൽ യോസേഫ് തന്റെ സഹോദരന്മാരോട് പ്രതികാരം ചെയ്തില്ല. He is here almost talking in the way that I am thankful to you because you sold me to the traders. ഇവിടെ ആ സഹോദരന്മാരോട് തനിക്ക് പറയുവാനുണ്ടായിരുന്നത്, നിങ്ങൾ മിസ്രയീമിനെ എന്നെ വിറ്റ് കളഞ്ഞതുകൊണ്ട് ഞാൻ നിങ്ങളോട് നന്ദിയുള്ളവനാണ്. He didn't say that, but I think you can read this in between the lines. That is what he is revealing to them. ഇവിടെ വ്യക്തമായി എഴുതിയിട്ടില്ല എങ്കിലും അതാണ് അതിന്റെ സത്യമെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. Next few minutes before me, 5 minutes for me and 5 for him. Next 5 minutes, yes. I want to go take you back again. നിങ്ങളെ പിന്നെയും പുറകോട്ട് ഒന്ന് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. Let's go back to the story where he is searching after his brothers in the wilderness. ആ മരുഭൂമിയിൽ തന്റെ സഹോദരന്മാരെ താൻ അന്വേഷിച്ചു പോകുന്ന കാര്യം ചിന്തിക്കുക. We read that a certain man overheard his brothers talking that they are going to a particular place. ഓരോ വ്യക്തി കേട്ടു അവർ ഇന്ന സ്ഥലത്തേക്ക് പോകുന്നു എന്ന് പറയുന്നത് കേട്ടു എന്ന്. What if that certain man never showed up? എന്തുകൊണ്ടാണ് ആ വ്യക്തി ആരാണ് എന്ന് നമുക്ക് കാണുവാൻ കഴിയാത്തത്? Joseph will probably search around and go back. യോസേഫ് അവിടെയൊക്കെ അന്വേഷിച്ചിട്ട് ചിലപ്പോൾ തിരിച്ചു പോകുമായിരുന്നു. Story ends there. എന്നാൽ അവിടെ ആ കഥ അവിടെ അവസാനിച്ചേനെ. How about the next one? എന്നാൽ പിന്നീട് എന്താണ് കാണുന്നത്? Actually, that man, even name is not given, but a certain man. അവിടെ ആ വ്യക്തിയുടെ പേര് പറഞ്ഞിട്ടില്ല, ഒരു വ്യക്തി എന്ന് മാത്രമേ അവിടെ പറയുന്നു. What if is that certain man never saw Joseph? എന്നാൽ ആ വ്യക്തി പിന്നീട് ഒരിക്കലും യോസേഫിനെ കണ്ടിട്ടില്ല. His story ends there. യോസേഫ് ആ വ്യക്തിയെ കണ്ടില്ലായിരുന്നുവെങ്കിൽ അവിടെ ആ കാര്യം അവസാനിച്ചു. What if this certain man never overheard the brothers talking? ആ സഹോദരന്മാർ സംസാരിക്കുന്നത് ഈ വ്യക്തി കേട്ടില്ലായിരുന്നുവെങ്കിൽ and the story ends there. അവിടെയും ആ സംഭവം അവിടെ കഴിഞ്ഞേനെ. What happened? What if the traders came 2 days early? 2 ദിവസം മുമ്പ് ഈ കച്ചവടക്കാർ വന്നിരുന്നുവെങ്കിൽ, or even 2 days afterwards, അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞിട്ട് Joseph would have been dead in that well. ജോസഫ് ആ പൊട്ടക്കിണറ്റിൽ കിടന്ന് മരിക്കുമായിരുന്നു. Instances that come across in your life sometimes we don't recognize. നിങ്ങളുടെ ഒക്കെ ജീവിതത്തിൽ ഇങ്ങനെയുള്ളതായ ചില സാഹചര്യങ്ങൾ കടന്നു വരും. People whom God puts in your life sometimes we may not know. നിങ്ങളുടെ ഒക്കെ ജീവിതത്തിൽ ദൈവം ചിലരെ കൊണ്ടുവരും, അത് ചിലപ്പോൾ നമുക്ക് മനസ്സിലാകുകയില്ല. Later on we read that the chief butler forgot about Joseph. പിന്നീട് നാം വായിക്കുന്നുണ്ട് പാനപാത്രവാഹകൻ ജോസഫിനെ മറന്നു കളഞ്ഞു എന്ന്. One question. ഒരു ചോദ്യം. What if the butler remembered him? എന്നാൽ പാനപാത്രവാഹകൻ യോസഫിനെ എങ്ങനെയാണ് ഓർക്കുന്നത്? He will go and talk to the king and Joseph will be released. He will go back home happily lived ever after. ചിലപ്പോൾ യോസഫ് പാനപാത്രവാഹകൻ ഓർത്ത് ഫറവോനോട് പറഞ്ഞിരുന്നുവെങ്കിൽ യോസേഫിന് ചിലപ്പോൾ കാരാഗ്രഹത്തിൽ നിന്ന് വിടുവിച്ച് തന്റെ വീട്ടിൽ പോകുമ്പോൾ കഴിയുമായിരുന്നു. Did Joseph take revenge on the butler? പാനപാത്രവാഹകനോട് യോസേഫ് പ്രതികാരം ചെയ്തോ? Never he did. ഒരിക്കലും ചെയ്തില്ല. You may have helped somebody in your life story. ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലും ചിലരെ ഉപകാരം ചെയ്ത കാര്യം കാണാം. And they probably forgot what you did to them. എന്നാൽ നിങ്ങൾ ചെയ്തത് അവർ മറന്നുപോകുക. This is an almost everyday story. ഇതൊക്കെ അനുദിന ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. These are experiences go through in our own life. നമ്മുടെ ഒക്കെ
ജീവിതത്തിൽ കടന്നു വരുന്ന എല്ലാ അനുഭവങ്ങളാണ് ഇതൊക്കെ. Joseph had multiple opportunities. He can close the chapter and go home. ജോസഫിന് അനേക സമയങ്ങളുണ്ടായിരുന്നു ഇതൊക്കെ അവസാനിപ്പിച്ച് ഭവനത്തിൽ പോകുക. After all, he has a loving father waiting for him. തന്റെ സ്നേഹിക്കുന്ന ഒരു പിതാവ് തനിക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. God closed every door for one purpose. എന്നാൽ ഒരു ലക്ഷ്യത്തോടു കൂടി എല്ലാ വാതിലുകളും ദൈവം അടച്ചു. To have God's plan and purpose fulfilled in the life of Joseph. യോസേഫിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ ഉദ്ദേശവും ലക്ഷ്യവും നിറവേറി. Almost a reflection of Romans 8:28. ഏതാണ്ട് റോമാലേഖനം 8-ാം അധ്യായം 28-ാം വാക്യത്തിനെ പോലെയാണ്. Now we all know the verse very well. ആ വാക്യം നമുക്ക് എല്ലാവർക്കും നല്ലവണ്ണം അറിയാം. Why did Joseph behave the way he behaved? എന്തുകൊണ്ടാണ് ജോസഫ് ഈ നിലയിൽ താൻ പെരുമാറിയ നിലയിൽ തന്നെ പെരുമാറി? Because he knew his God so personally from his childhood. കാരണം ദൈവം തന്നെ തന്റെ ചെറുപ്പം മുതലേ തന്റെ ജന്മം മുതലേ ദൈവം തന്നെ കണ്ടു എന്ന് യോസഫിന് അറിയാമായി. And he took his God very seriously. അതുകൊണ്ട് ദൈവത്തെ താൻ വളരെ ഗൗരവമായിട്ട് കണ്ടു. Therefore he never misbehaved or changed his character. അതുകൊണ്ട് താൻ ഒരിക്കലും തന്റെ സ്വഭാവം മാറ്റിയില്ല. And I was thinking about him when in his childhood experiences. തന്റെ ബാല്യകാലത്തെ അനുഭവങ്ങളെ കുറിച്ച് ഞാൻ ചിന്തിക്കുമ്പോൾ, How did this 17-year-old boy become so godly man? ഈ 17 വയസ്സുള്ള മകൻ എങ്ങനെ ഭക്തനായി തീർന്നു? I will attribute certain amount of credit to his parents who brought him up. ജോസഫിനെ വളർത്തിക്കൊണ്ടുവന്ന മാതാപിതാക്കൾക്ക് ഞാൻ ചില നല്ല കാര്യങ്ങൾ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. I'm sure they raised him up under the fear of God. അവർ അവനെ ദൈവ ഭയത്തിൽ വളർത്തി എന്ന് ഞാൻ ചിന്തിക്കുന്നു. When the story that we read, their parents were not with him, he was alone. എന്നാൽ ഈ കാര്യങ്ങളൊക്കെ നാം വായിക്കുമ്പോൾ അവന്റെ കൂടെ അവന്റെ മാതാപിതാക്കൾ ആരുമില്ലായിരുന്നു. He made the right choice even in the absence of his parents. അവന്റെ മാതാപിതാക്കൾ ഇല്ലാതെ തന്നെ അവൻ ശരിയായ തീരുമാനം എടുത്തു. He had a certain extent and a level of knowledge of a God whom he serves. തന്റെ ദൈവത്തെക്കുറിച്ച് ഒരു നല്ല അറിവ് തനിക്കുണ്ടായിരുന്നു. After studying this passage, I said to myself, ഈ പഠിച്ച ശേഷം ഞാൻ എന്നോട് തന്നെ പറഞ്ഞു, this is not the story of Joseph. ഇത് യോസേഫിന്റെ കഥയല്ല. This is actually the story of God. ഇത് ദൈവത്തിന്റെ കഥയാണ്. Because repeatedly we read that God was with him. ഇവിടെ നാം വായിക്കുന്നത് യഹോവ യോസേഫിനോട് കൂടെ ഇരുന്നു. The adversary came across number of times. അനേക സന്ദർഭങ്ങളിലൂടെ താൻ കടന്നുപോയപ്പോൾ his eye did not move from his God. തന്റെ ദൈവത്തിൽ നിന്ന് തന്റെ കണ്ണുകൾ താൻ മാറ്റിയില്ല. Perhaps he has some experience or knowledge about his grandfather Abraham. ചിലപ്പോൾ തനിക്ക് തന്റെ വലിയപ്പനായ അബ്രഹാമിനെ കുറിച്ച് ചില അറിവുകൾ കാണാം. Maybe he had experiences of his fathers and grandfathers. തന്റെ പിതാവിന്റെയും തന്റെ വലിയപ്പന്റെയും ഒക്കെ കാര്യങ്ങളെ കുറിച്ച് തനിക്കറിയാം. When his brothers showed up at the door, തന്റെ സഹോദരന്മാർ അവിടെ അവന്റെ വാതിൽക്കൽ വന്നപ്പോൾ, he did not come to them and say, I am Joseph, the chief of the nation. എന്നാൽ ആദ്യം താൻ പറഞ്ഞു വന്നില്ല, ഞാൻ യോസഫാണ്, ഈ രാജ്യത്തിന്റെ അധിപതിയാണ് എന്ന് പറഞ്ഞില്ല. Do you know what he said? എന്നാൽ എന്താണ് അവൻ പറഞ്ഞത്? I am Joseph, ഞാൻ ജോസഫ്, your brother. നിങ്ങളുടെ സഹോദരൻ. He could have said, അവനെ ഇങ്ങനെ പറയാമായിരുന്നു, I have all power here in this country. ഈ രാജ്യത്ത് എനിക്ക് എല്ലാ അധികാരവും ഉണ്ട്. He didn't do that. എന്നാൽ അവൻ ചെയ്തില്ല. He said, I am your brother. I am your brother, he ഞാൻ said. നിങ്ങളുടെ സഹോദരൻ ജോസഫാണ് എന്ന്. Look at sometimes when you get a chance in chapter 45. 47-ാം അധ്യായത്തിലേക്ക് കടന്നുപോയാൽ, My problem in my life is this. ഈ എൻ്റെ ജീവിതത്തിലെ പ്രശ്നം ഇവിടെയാണ്. I will ask myself, why this, why that? എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ നടക്കുന്നു എന്ന് ഞാൻ ചിന്തിക്കും. Never in the life of Joseph. എന്നാൽ ജോസഫിന്റെ ജീവിതത്തിൽ അങ്ങനെ ഒരിക്കലും സംഭവിച്ചിട്ടില്ല. If you turn around and look back in your life history back behind you,
നിങ്ങളുടെയൊക്കെയും ജീവിതത്തിലേക്ക് നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്കിയാൽ God put you in certain places, നിങ്ങളെ ചില സാഹചര്യങ്ങളിൽ ദൈവം കൊണ്ടുപോയിട്ടുണ്ട്. certain circumstances, ചില സന്ദർഭങ്ങളിൽ സാഹചര്യങ്ങളിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. some people whom you have come to know. നിങ്ങൾ അറിയാവുന്ന ചില ആളുകളിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. You may not have realized that God has a purpose. എന്നാൽ ദൈവത്തിന് നിങ്ങളെ കുറിച്ചൊരു ഉദ്ദേശം ഉണ്ട് എന്ന് ചിലപ്പോൾ നിങ്ങൾ മനസ്സിലായി കാണും. Irrespective of all that, ചിലപ്പോൾ ദൈവം ആഗ്രഹിക്കുന്നു. have you been a satisfied Christian? നിങ്ങൾ എത്രമാത്രം സംതൃപ്തിയുള്ള ഒരു ക്രിസ്ത്യാനിയാണ്? What is the depth of your knowledge of your God? ദൈവത്തെ കുറിച്ചുള്ള നിങ്ങളുടെ അറിവിന്റെ ആഴം എത്രമാത്രമാണ്? How a godly person are you? നിങ്ങൾ എത്രമാത്രം ഭക്തിയുള്ള ഒരു വ്യക്തിയാണ്? Want me to pray? Okay. Let's pray. Our Father, we thank you this morning. We are humbled with the thought of the life and character of godly brother Joseph. We come to you that seeking your blessing, that each one of us may search our own hearts, beginning with my life, that we may have a fully satisfied and deeper knowledge of my Savior, that nothing that happens in my life or each one of ours should change our life and testimony. Speak to our hearts as we return home. Thank you for hearing your prayers. In the name of our Lord Jesus. Amen.